വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു അമ്മയും പിന്നെ അച്ഛനെ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അന്നേരം ശാരികയാണെങ്കിൽ ഈ കുഞ്ഞിനെ 2-3 വട്ടം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഓടി ചെല്ലുകയാണ്. അപ്പോൾ നീയാണല്ലേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇനി താടി എൻ്റെ മോളെ എന്നും പറഞ്ഞ് അവരോട് ബഹളം വയ്ക്കുകയാണ്. അന്നേരം അയാളാണെങ്കിൽ ഇവരെ പിടിച്ച് അങ്ങോട്ട് ശാരിയെ പിടിച്ച് തള്ളുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മോളാണെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പ്രാന്താണെന്ന് തോന്നുന്നു, പ്രാന്താശുപത്രിയിൽ പോയി കിടക്കുമെന്ന് പറയുമ്പോൾ വീണ്ടും കുഞ്ഞിനെ ബലമായിട്ട് ശാരിയെ ഇങ്ങനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അന്നേരം അവർ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട്. ശാരിക തറയിലേക്ക് വീഴുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഓടിക്കൂടുകയാണ്. ഈ സമയം കൊണ്ട് ഗാർഗിയാണെങ്കിൽ ഈ ബഹളം കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താ അന്നേരം ഞങ്ങളുടെ കുഞ്ഞിനെ പിടിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം സുഖമില്ലാത്ത ആളാണ്, പിന്നെ ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അന്നേരം സുഖമില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി കിടാൻ കൊണ്ട് നടക്കുന്നത് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, അസുഖമില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയതെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പറയുന്നത് ശരി അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും നമ്മളൊരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാണ്, ശകുനം എങ്ങനെയായല്ലോ ഓരോരുത്തർ സമയം മെനക്കെടുത്താൻ വന്നോളൂ എന്നും പറഞ്ഞ് അയാൾ ആ ഭാര്യയും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മയില്ലേ എന്ന്. അന്നേരം എനിക്ക് എല്ലാം ഒരു മങ്ങിയ ഓർമ്മ പോലെയുള്ളൂ. ചില നേരം ആ കണ്ണുകൾ എന്നെ നോക്കുന്നതായിട്ടുണ്ട്, ചില നേരം എന്നെ നോക്കി ചിരിക്കുന്നതായിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഞാൻ മുഖം പോലും ഓർമ്മയില്ലാതെ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ശാരിക നിന്നങ്ങ് കരയുകയാണ്. അന്നേരം പോട്ട് ഈ ശാരദയെന്ന് വിളിച്ചാണ് ഈ ഗാർഗി സംസാരിക്കുന്നതൊക്കെ. അന്നേരം സാരമില്ല, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും, വന്നേ നമുക്കിപ്പോൾ പോകാൻ, പോയിട്ട് ഒരുപാട് ജോലികളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ശാരികയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കൂടി നിന്നവരോടും പറയുന്നുണ്ട്, ഗാർഗി പറയുന്നുണ്ട് സുഖമില്ലാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. അന്നേരം അവരൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ ആ മുറ്റത്ത് ആ തിണ്ണയിലിരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ രാഘവൻ നായർക്കുള്ള മരുന്നും പിന്നെ വെള്ളമൊക്കെ ഇട്ട് വരികയാണ്. അന്നേരം അച്ഛൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു, ഞാൻ അച്ഛൻ്റെ മുറിയിലൊക്കെ പോയിട്ട് വരികയാണ്, ഇവിടെയൊക്കെ അന്വേഷിച്ചെന്നു പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നത് എന്തോ ആ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛന് മരുന്ന് കഴിക്കണ്ടേ, മരുന്ന് കഴിച്ചാലേ അസുഖമൊക്കെ മാറത്തുള്ളൂ, ഇതാ കഴിച്ചതെന്നും പറഞ്ഞ് അങ്ങോട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് പറയുകയാണ്, അപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലേ, ഞാൻ അന്ന് വന്ന് കയറിയപ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത്, അവിടെ വന്നപ്പോൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് അപ്പോഴത്തെ എൻ്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയല്ലേ, അച്ഛൻ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ കാര്യങ്ങൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ എന്ന് പറഞ്ഞ് അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർക്ക് ആ സംഭവം മനസ്സിലാകുന്നുണ്ട്. ശ്യാമ വിചാരിക്കുന്നു ഇനി വേറെ ആരുമില്ല, ശ്യാമയ്ക്കാണ് ഇതല്ല എന്നുള്ളതൊക്കെ. അന്നേരം പറയുകയാണ്, വിഷ്ണു ഇവിടെ നിന്ന് ഇപ്പോൾ പിണങ്ങി ശാലിനിയും കുട്ടികളൊക്കെ മാറി നിൽക്കുന്നു എന്ന് കരുതി അവരെ ഇങ്ങോട്ട് വരാകുമ്പോൾ ആ പിണക്കമൊക്കെ മാറുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് സത്യമ സമ്മതിക്കൂ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം അവൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ആരുടെ സമ്മതമാണ് വേണ്ടത്, പിന്നെ ഈ വീട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, ഇതിപ്പോൾ ആ ശിവനെ ആണെങ്കിൽ വിഷ്ണു എന്ന് കരുതി വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല, ഇതാകെ മെനക്കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ചിന്തിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ പറയുന്നുണ്ട്, അച്ഛൻ ആ ദേഷ്യം മാറിയില്ലെങ്കിൽ ഇനി അച്ഛൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം, ഇനി വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ. ശ്യാമ ആകെ സന്തോഷത്തിലാണ്, അവരിനി ഇങ്ങോട്ട് ശാലിനിയൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ശ്യാമ സംസാരിക്കുന്നത്. രാഘവൻ നായർക്കത് മനസ്സിലാവുന്നുണ്ട്. അന്നേരമാണ് രാഘവൻ നായർ പറയുന്നത് എൻ്റെ വീടാണ്, ആര് താമസിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന്. ഈ സമയത്താണ് സത്യഭാമയും പിന്നെ രോഹിത്തും കൂടി ഓട്ടോയിൽ വരുന്നത്. അന്നേരം വന്ന ഉടനെ ഭാമയങ്ങ് ഉമ്മറത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്. രോഹിത്ത് ഇറങ്ങി രാഘവൻ നായരുടെ അടുത്തേക്ക് വന്ന് ചാരി നിൽക്കുകയാണ്. അന്നേരം പിന്നെ പറയുന്നുണ്ട്, മകനും മരുമകൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ട് എന്തായി, പിന്നെ നാളെ തന്നെ ശിക്ഷ നടപ്പാക്കുമോ, പോയ സന്തോഷമൊന്നും മുഖത്ത് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം ഭാമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ മോനെ, നിൻ്റെ അമ്മയുണ്ടല്ലോ ഭാമ, അവൾക്കാണെങ്കിൽ ഭ്രാന്താണ്, നീയും കൂടി അതിനടുത്ത് തുള്ളാൻ നിന്നാലോ, ഇതിപ്പോൾ മോനെതിരെയാണ് കേസ് കൊടുക്കാൻ പോകണം, നാട്ടുകാരൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ അവളെ ഓടിയിട്ട് തല്ലും, അല്ലെങ്കിൽ കളിയാക്കും, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എന്നിങ്ങനെ അവളുടെ താളത്തിനകത്തുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ഒന്നും മിണ്ടാതെ അവിടേക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് രോഹിത്തിനറിയാം. അന്നേരം ശ്യാമ വീണ്ടും മനസ്സിൽ കരുതുകയാണ്, ഇതൊരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല എന്നും പറഞ്ഞ് ശ്യാമയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ശ്യാമയുടെ മുഖത്ത് നോക്കാതെ തന്നെ ശ്യാമയെ ഉദ്ദേശിച്ച് തന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, അവരെയൊക്കെ എൻ്റെ മകനെയൊക്കെ വിഷ്ണുവിനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ വല്ലവരും ഇവിടെ കയറി കുടിയിരിക്കാൻ താമസിക്കുക എന്നുള്ളത് അതൊരു മോഹം മാത്രമാണ്, അതൊട്ട് ഞാൻ അനുവദിക്കത്തുമില്ല എന്നിങ്ങനെ ശ്യാമയെ നോക്കാതെ നോക്കി തന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്. ശ്യാമയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്.
തുടർന്ന് കാണിക്കുന്നത് ശാലിനിയും പിന്നെ റസാഖും എല്ലാവരും കൂടി ആ ഒരു കളക്ട്രേറ്റിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കിയ ആക്ഷൻ ഫോഴ്സ് 2026 എന്നൊരു മിഷൻ്റെ സക്സസിനെ കുറിച്ച് പറയാനാണ്. അതായത് മയക്കുമരുന്ന് ലഹരിക്കെതിരെ അവർ പോരാടിയ ഒരു 3 ആഴ്ചയോളം അവർ പോരാടിയ ആ ഒരു എല്ലാം പറയാൻ വേണ്ടി തന്നെയാണ്. തുടർന്ന് ആദ്യം ശാലിനി സംസാരിക്കുന്നുണ്ട്, പിന്നീട് റസാഖിനോട് ഈ പിടിച്ചെടുത്ത കാര്യങ്ങളുടെ കണക്കുകളും വിവരങ്ങളും ഒക്കെ പറയാനായിട്ട് പറയുകയാണ്. റസാഖ് ഓരോന്നോരോന്നായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ കണക്കുകൾ അവിടെ പറയുന്നുണ്ട്. അന്നേരം ഇവർ ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ പാതിരാത്രി ഒരു സ്ത്രീ നഗരത്തിൽ വന്നാൽ അവർക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ ഇപ്പോൾ കഴിയും, അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതൊരു തുടർക്കഥയാണോ എന്ന് ചോദിക്കുമ്പോൾ കുറേയൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. ഓൺലൈൻ പിന്നെ ഭക്ഷണത്തിൻ്റെ മറവിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നക്ഷത്ര ഹോട്ടലുകളിലും പിന്നെ നടത്തിയിരുന്ന ലഹരി പാർട്ടികൾ അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു കുടുംബത്തെ ഒരാളിനെ മാത്രമല്ല നശിക്കുന്ന ഒരു കുടുംബത്തെ മൊത്തമാണ് നശിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളിതൊക്കെ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പെരുപ്പിച്ച് വാർത്തയാക്കുമല്ലോ, പക്ഷേ ഇതുമൂലം നശിക്കുന്ന ആ ഒരു കുടുംബത്തിൻ്റെ കഥയോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞ് അനുപല്ലവിയോട് പിന്നെ ആ കുട്ടി ഇങ്ങ് വിളിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ദേവകിയമ്മയുടെ മകളാണ്. എന്നിട്ട് ശാലിനി ആ കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ആ കുട്ടിയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൾ അനാഥയാണ്, പക്ഷേ കുറച്ച് കാലം മുമ്പ് ഇവൾക്ക് അമ്മയുണ്ടായിരുന്നു, ഏട്ടനുണ്ടായിരുന്നു. പക്ഷേ ഏട്ടനായിരുന്നെങ്കിൽ ലഹരിക്ക് അടിമയായിരുന്നു. അത് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മയെന്നോ സഹോദരിയെന്നോ ഇല്ലാത്തൊരു തോന്നലിലായിരുന്നു. അത് അവനെ കൊണ്ടെത്തിച്ചത് ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ്. അവൻ വളർത്തി വലുതാക്കി അമ്മയെ ഒരു കത്തി കൊണ്ട് കുത്തി ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കുട്ടിയിൽ നിന്നും കരയുകയാണ്. അന്നേരം ശാലിനി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, കരയരുത്, കരഞ്ഞാൽ നമ്മൾ തളർന്നു പോകും, സ്ട്രൈക്ക് ചെയ്യുക തന്നെ വേണം, എന്നാലും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധ്യതയുള്ളൂ, കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മുന്നിൽ നിൽക്കുന്ന ഞാൻ തന്നെയാണ്, എല്ലാവരും കൂടെയുണ്ട് എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഈ ലഹരിക്കെതിരെയുള്ള എല്ലാവരും പോരാടണം നിൽക്കുന്ന നല്ല ഒരു പ്രസംഗം പോലെ തന്നെയാണ് അവിടെ പറയുന്നതൊക്കെ. അതിനുശേഷം കാണിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ഒരു നോട്ടോടെ കാണിക്കുന്നുണ്ട്. നിന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അതിനെതിരെ എല്ലാവരും പോരാടണം എന്നുള്ളതും എല്ലാവരും കൂടി ഒപ്പം പ്രവർത്തിച്ചാലേ നമ്മുടെ നാട് രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഒരു ചെറിയ സ്പീച്ചും കൂടി അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മഹേന്ദ്രൻ്റെ റൂമിൽ മഹേന്ദ്രൻ ഇങ്ങനെ കട്ടിൽ തന്നെ കിടക്കുകയാണ്. അന്നേരം സ്വാമി അടുത്തുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇനി ബിസിനസ് കാര്യങ്ങളൊക്കെ സ്വാമി ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവൻകുഞ്ഞുണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവൻ അത്ര പെട്ടെന്ന് അന്ന് ഏറ്റെടുക്കില്ല, സ്വാമി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിർമ്മലയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വരികയാണ്. അവനാണെങ്കിൽ തിരികെ വാടക വീട്ടിലേക്ക് പോകുന്നു, അവനോട് നിൽക്കാൻ പറയും, മഹേട്ടൻ പറഞ്ഞാൽ കേൾക്കും എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം ശിവനും ചന്ദ്രയും കൂടി വരുന്നുണ്ട്. ചന്ദ്ര പോകുന്നില്ല, ശിവനാണ് പോകുന്നത്. അന്നേരമാണെങ്കിൽ ശിവനാണെങ്കിൽ പിന്നെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, നീ ഇനി ഇപ്പോൾ നമ്മുടെ വീടല്ലേ, എല്ലാം നോക്കി ഇവിടെ തന്നെ നിൽക്കണം, നിൻ്റെ അച്ഛൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റാണിയും പറയുന്നുണ്ട്, അവിടെ ശാലിനി ചേച്ചിക്ക് കൂട്ടായിട്ട് പിന്നെ റാണിയുടെ അമ്മയും ഒക്കെ ഇല്ലേ, അപ്പോൾ ഒരൊറ്റയ്ക്ക് ആവില്ലല്ലോ. അന്നേരം ശിവനാണെങ്കിൽ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്നേക്കുമായിട്ട് പോവുകയല്ല, ഒരു കുടുംബം എന്നെ വിശ്വസിച്ച് അവിടെ വന്ന് നിൽപ്പുണ്ട്, അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഞാൻ എടുത്ത് വച്ചിരിക്കുകയാണ്, അത് തീർക്കണം, എത്രയും പെട്ടെന്ന് ഞാനത് തീർക്കും, അതിനുശേഷം ഞാൻ വരാം എന്ന് പറയുകയാണ്. തുടർന്ന് പിന്നെ സ്വാമിയും പറയുന്നുണ്ട്, ഇവിടെ ബിസിനസ്സൊക്കെ ശിവൻകുഞ്ഞ് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ മഹേന്ദ്ര സാർ ഇതുവരെ ഉണ്ടാക്കി വെച്ചതൊക്കെ അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറയുകയാണ്. അന്നേരം ശിവൻ വീണ്ടും നിർമ്മല വീണ്ടും നിർബന്ധിക്കുകയാണ്, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നീ കളിച്ച് വളർന്ന വീട്ടിൽ നീ ഇവിടെ നിൽക്കുക, നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്ത്, വാച്ചനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ വരും നിർമ്മലെ, നീ പിന്നെ ഇപ്പോൾ അമ്മ പറയുന്നത്, മുമ്പ് നീ എന്നോടുള്ള വാശിയിലല്ലേ ജീവിച്ചിരുന്നത്, ഇപ്പോൾ അതില്ലല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതൊക്കെ ശിവനോടും പറയുന്നുണ്ട്. എന്നിട്ടും ശിവനങ്ങ് മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുകയാണ്, എന്തൊക്കെയോ ഞാൻ ഏറ്റെടുത്ത കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ആരെന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതെനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി എനിക്കൊരു സാവകാശം വേണം, അത് കഴിഞ്ഞ് ഞാൻ വരാം, അച്ഛൻ്റെ അടുത്തേക്ക് വരാം, എന്നേക്കുമായിട്ട് ഞാൻ പോവുകയല്ല, ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും, എന്നെ ആരോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്, അതെന്താണെന്ന് പറഞ്ഞ് തീർക്കാനൊന്നും എനിക്കറിയില്ല, എന്നെ ഓർത്ത് ആരും അവലാതിപ്പെടരുത്, അതെനിക്കുണ്ട്, ഞാൻ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ കൈ ഇങ്ങ് എടുത്തിട്ട് ശിവനങ്ങ് പോവുകയാണ്. അന്നേരം മഹേന്ദ്രൻ തിരിച്ച് വിളിക്കണമെന്നുണ്ട്, പക്ഷേ കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്, പക്ഷേ വിളിക്കുന്നില്ല, എന്നിട്ടങ്ങ് പോവുകയാണ്. അന്നേരം നിർമ്മല തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്,
അന്നേരം ശിവനങ്ങ് വണ്ടിയുടെ അടുത്ത് പോവുകയാണ്. അന്നേരം നിർമ്മല അവിടെ നിന്നങ്ങ് കരയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ വരും, നിർമ്മലൻ വരും, അത്ര പെട്ടെന്നൊന്നും നമ്മൾ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവന് കഴിയില്ല, അവൻ തിരിച്ചു വരും എന്നിങ്ങനെ പറഞ്ഞൊക്കെയാണ്. ഇത്രയുമേ ഈ ഒരു അതേസമയം ശിവനിങ്ങനെ ബുള്ളറ്റ് പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ശിവന് വീണ്ടും ഇവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ സത്യഭാമ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ ശാലിനി തിരിച്ച് വീട്ടിലേക്ക് കയറ്റത്തുള്ളൂ. അതിനുശേഷം ശിവൻ ഇങ്ങോട്ടത്തേക്ക് തൻ്റെ വീട്ടിലേക്കൊക്കെ വരിക തന്നെ ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.